നമസ്കാരം. സഹായിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു PSC പരീക്ഷയിൽ SCERT ചാപ്റ്റേഴ്സ് ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ SCERTയിലെ പുതുക്കിയ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഓരോ ചാപ്റ്റേഴ്സും എടുത്തു പഠിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ഒറ്റയല്ലൊരു ജീവിതം. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്. ഇതാ ഇവിടെ ഒരു വയലുണ്ട്, അതിൻ്റെ സൈഡിലൊരു തോടുണ്ട്, ആ തോട്ടിലും കരയിലുമായി കുറച്ച് ജീവികളുമുണ്ട്. ഇതാ ഇവിടെ തവളയുണ്ട്, ഒരു പുൽച്ചാടിയുണ്ട്, ചെറിയ ചെറിയ മീനുകളുണ്ട്, കാക്കയുണ്ട്, തുമ്പികളുണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്തിനൊക്കെ വെയിറ്റ് ചെയ്യാണ്? വേറൊന്നുമല്ല, അവരൊരു ആഹാരത്തിനായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതാ ഇവിടെ നോക്കാം, നമുക്ക് തവള എന്താണ് നിൽക്കുന്നത്? തവള പിടിക്കാൻ നിൽക്കുന്ന ഈ കുളത്തിനടിയിൽ ചെറിയ ചെറിയ മീനുകളെയാണ്. ഈ തവളയെ പിടിക്കാനായി എന്താ കൊക്കുമുണ്ട്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. PSC 1 മാർക്കാണ്. ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു, ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. സ്കൂൾ ടെസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ കാണിച്ച ആ പടത്തിൻ്റെ വേറൊരു ചിത്രീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മാനുണ്ട്, മാനിനെ പിടിക്കാനുണ്ട്, കടുവയുണ്ട്. ഈ മാനിൻ്റെ ആഹാരം എന്താണ്? ഈ താഴെ കാണുന്ന പില്ലാണ്. ഇതേപോലെ തന്നെ ഇപ്പുറത്തൊരു പശുവുണ്ട്. ഈ പശു എന്ത് തിന്നുന്നു? ഈ പുല്ലിനെ തിന്നുന്നു. പശുവിനെ പിടിക്കാൻ എന്തുണ്ട്? കഴിക്കാനായി കടുവയുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയുന്നത്, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു, ജീവികളുടെ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല ജാലം. PSC 1 മാർക്ക് മക്കളെ. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. കരയിലെ ആഹാര ശൃംഖല ജാലത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ കടലിലും എന്തുണ്ട്? ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ അവിടെയും ജീവികൾ പരസ്പരം ആഹാരത്തിനെ മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. ഇവിടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ? സ്രാവിൻ്റെ പടമുണ്ട്, ഒരു മത്തിയുണ്ട്, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സ്രാവുകൾ ആഹാരമാക്കുന്ന കണവ, മീനുകൾ, കടലാമ. മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമ, സസ്യഭാഗങ്ങൾ, മീനുകൾ. ചെറുമീനുകളാണെങ്കിൽ പ്ലവകങ്ങൾ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ് പ്ലവകങ്ങൾ. കാരണം പഴയ SCERT 9ാം ക്ലാസ്സിൽ പ്ലവകങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് പ്ലവകങ്ങൾ എന്താണെന്നാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ നൽകിയിട്ടുണ്ട്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അടുത്ത ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ്, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കരയിലെ ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരെന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ്. അപ്പോൾ കടലിലെ ആവാസ വ്യവസ്ഥയിൽ ഏതാണ് ഉൽപ്പാദകരെന്ന് പറയുന്നത്? പ്ലവകങ്ങളാണ്. പഠിച്ചു വെച്ചു. PSC 1 മാർക്ക്. നമുക്കപ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്ത നമ്മൾ പറയുന്നത് കടുവ സംരക്ഷണം എന്തിനാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് കടുവ. അതുപോലെ തന്നെ കടുവയുടെ സംരക്ഷണത്തിനായി നമ്മൾ പ്രോജക്റ്റ് ടൈഗർ നടപ്പിലാക്കി എന്നാണ് 1973 ഏപ്രിൽ 1. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കടുവകൾക്ക് ആവാസ വ്യവസ്ഥയിൽ എന്തെല്ലാം പ്രാധാന്യമുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് വായിക്കാം. ഭക്ഷ്യശൃംഖലയിൽ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരിയുടെയും മാംസാഹാരിയുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നത് ഓരോ കണ്ണിയിലെയും ജീവികൾക്കും പങ്കുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ആഹാര ശൃംഖലയിൽ തവളയുണ്ട്, പാമ്പുണ്ട്. അപ്പോൾ തവളയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ദോഷം ചെയ്യും. അപ്പോൾ തവളയുടെ എണ്ണം കുറയ്ക്കാൻ എന്താണ്? അവിടെ പാമ്പുകളുണ്ട്. അപ്പോൾ ഓരോ ആവാസ വ്യവസ്ഥയിലും സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെ എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് ഓരോ കണ്ണികളെയും ജീവികൾക്കും പങ്കുണ്ട്. നമുക്കപ്പോൾ അടുത്ത പോയിന്റിലോട്ട് പോകാം. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പറ്റി ഇമ്പോർട്ടൻ്റ് കാര്യം വരുന്നു. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കുന്ന മറ്റ് ജീവികൾ അധികമില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ കടുവയ്ക്ക് ഒരു ആവാസ വ്യവസ്ഥയിൽ എന്തെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അടുത്ത പോയിന്റിലോട്ട് പോവാം. അതിനാൽ കടുവയെ പോലുള്ള ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായി സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ബോക്സിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, കടുവകളുടെ ആവാസ വ്യവസ്ഥയിലുള്ള പ്രാധാന്യത്തെ പറ്റിയാണ്. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞു ആഹാര ശൃംഖല ജാലത്തെ പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണമായ ഒരു ആഹാര ശൃംഖല ജാലത്തെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ ഒരു പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലുണ്ട്, പില്ലിനെ പുഴു തിന്നുന്നു. പുഴുവിന് എന്താണ്? കോഴിയെ പിടിക്കാൻ കുറുക്കനുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ പുല്ലിൽ നിന്ന് എല്ലാം കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പലതരം ആഹാര ബന്ധങ്ങൾ നമ്മൾ മുകളിലെ ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടു. ഇനി ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. താഴെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഇവിടെ ഒരു പുല്ലുണ്ട്, ഒരു പുഴുവുണ്ട്, കോഴിയുണ്ട്, കുറുക്കനുണ്ട്, കഴുകനുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് ഒറ്റ ശ്രേണിയാണ്. കിടക്കുന്നു. PSC 1 മാർക്ക്. ആഹാര ശൃംഖലാ ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു
അതിൽ ധാരാളം ജീവികളുണ്ട്. എന്നാൽ ഇതെന്താണ്? ഇത് ഒറ്റ ശ്രേണിയിലുള്ളതാണ്. അപ്പോൾ ഈ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെ എന്താണ് പറയുന്നത്? ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ കരയിൽ ആഹാര ശൃംഖല ജാലത്തെ പറ്റി പറഞ്ഞു. അതായത് എന്താണ്? ജീവികൾ പരസ്പരം ആഹാരത്തിനെ ആശ്രയിക്കുന്നു. ജീവികളുടെ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കടലിലെ ആഹാര ശൃംഖലയെ പറ്റി പറഞ്ഞു. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? പ്ലവകങ്ങളെ കുറിച്ച് പറഞ്ഞു. പ്ലവകങ്ങളാണ് എന്താണ്? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ എന്താണ്? ഉൽപ്പാദകരാണ് പ്ലവകങ്ങളെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മളെന്താണ്? ആവാസ വ്യവസ്ഥയെ കടുവയുടെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി. ഈ ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറഞ്ഞു. നമ്മളിനി അടുത്ത പാട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഒരു ആഹാര ശൃംഖല ജാലത്തിലെ ഉൽപ്പാദകരെന്ന് പറയുന്നത് ഹരിതസസ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഹരിതസസ്യങ്ങൾ എങ്ങനെയാണ് അവർ ആഹാരം നിർമ്മിക്കുന്നത്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്? പ്രകാശ സംശ്ലേഷണം വഴിയാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് ഈ ബോക്സിൽ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് പ്രയോജനപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകണമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ മക്കളെ പഠിച്ചു വെച്ചോ, ഇത് PSC 1 മാർക്കാണ് ഈ ബോക്സിൽ നിന്ന്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അവയ്ക്ക് ഇവയെ സഹായിക്കുന്ന എന്താണ്? ഹരിതകണം എന്ന വർണ്ണകണമാണ്. ഈ ഹരിതകം എന്ന വർണ്ണകണമാണ് ഇലകൾക്ക് പച്ച നിറവും നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലകൾക്ക് പച്ച നിറം നൽകാൻ എന്തുണ്ട്? ഹരിതകം എന്ന വർണ്ണകമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് നിറങ്ങൾ നൽകുന്ന കുറച്ച് വർണ്ണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആന്തോസയാൻ, രണ്ട് കരോട്ടിൻ, മൂന്നെന്താണ്? സാന്തോഫിൽ. അപ്പോൾ ആന്തോസയാനിൻ എന്താണ് നിറം നൽകുന്നത്? ചുമപ്പാണ്. ആന്തോസയാനിൻ ചുമപ്പാണ്. കരോട്ടിൻ ഓറഞ്ച്. അടുത്തെന്താണ്? സാന്തോഫിൽ നിന്ന് നിറം നൽകുന്നു? മഞ്ഞ നിറം നൽകുന്നു. അപ്പോൾ അത് ആ ബോക്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ച 1 മാർക്കാണ്. അപ്പോൾ എന്താണ്? ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്നു, കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നു, സാന്തോഫിൽ മഞ്ഞ നിറം നൽകുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാ നടക്കുന്നു. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അപ്പോൾ ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇലകൾക്ക് എന്താണ്? പച്ച നിറങ്ങളും നൽകുന്നു. ഓക്കെ, അടുത്ത നമ്മൾ സസ്യങ്ങളുടെ ശ്വസനത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? മൂക്ക് വഴിയാണ് നമ്മൾ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത്. എന്നാൽ സസ്യങ്ങൾക്കും നമ്മുടെ മൂക്കിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് എവിടെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ അത് അവയുടെ ഇലകളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ജീവികളിലും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു. എന്നാൽ സസ്യങ്ങളുടെ കേസിൽ നമ്മളൊരു എക്സെപ്ഷൻ കേസ് പഠിക്കണം. കാരണം പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത്, പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പകൽ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യും? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറന്തള്ളുന്നു. പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക വല്ല ഭാഗങ്ങളുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എപ്പോഴാണ്? പകൽ സമയത്താണ്. അത് ഒന്നാമത്തെ പോയിന്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് എന്ത് ചെയ്യും? സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മനുഷ്യനിലാണെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ എന്താ? നമ്മൾ മൂക്ക് വഴിയാണ് ശ്വസനം നടത്തുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ കേസ് വരുമ്പോൾ ഇലകളിൽ കുറച്ച് സുഷിരങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളായി സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്ന ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സ്റ്റൊമാറ്റയുടെ മലയാളമുണ്ട്, ആസ്യരന്ധ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ് സസ്യങ്ങൾ ശ്വസനം നടക്കുന്നത്. ഓക്കെ, പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജനും പുറന്തള്ളുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. എന്നാൽ നമ്മൾ ഓർത്തിരിക്കണം, രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അപ്പോൾ ആ സമയത്ത് എന്താണ്? സസ്യങ്ങൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പോൾ സസ്യങ്ങളുടെ ശ്വസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു മാവുണ്ട്. ആ മാവിൽ എന്താണ്? ധാരാളം പഴുത്ത മാങ്ങകളും പച്ച മാങ്ങകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഈ മാവിൻ്റെ ശീലത്തിൽ രണ്ട് ചെടികൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അവ എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പിക്ചറിൽ പറയുന്നത് എന്താണ്? ഇതിവിടെ ഒരു മരവാഴയുണ്ട്, ഒരു ഇത്തിൽ കണ്ണിയുണ്ട്, ഒരു മൂടില്ലാത്ത ആളിയുണ്ട്. അപ്പോൾ ഇവയെല്ലാം എന്താണ്? എന്തിനാണ് ഈ മാവിൻ്റെ അടുത്ത് വളരുന്നത്? എന്താണ് ഈ മാവ് കൊണ്ട് അവയ്ക്കുള്ള പ്രയോജനം എന്നാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്.
ഓക്കെ, അടുത്ത് നമ്മൾ ആദ്യം എന്താ പറയാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞു ഒരു മരവാഴ പറഞ്ഞു. മരവാഴ എന്തിനാണ് ആ മാവിൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. വാസസ്ഥലത്തിന് മാത്രമാണ്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് നമ്മൾ ഓർത്തോളം, ഇതാണ് പോയിന്റ്, വാസസ്ഥലത്തിനും വേണ്ടി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങൾ എന്തെന്ന് പറയുന്നു? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, മരവാഴ ഒരു എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. അപ്പോൾ എപ്പിഫൈറ്റുകൾ എന്താണ്? അവയ്ക്ക് എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമേ ആതിഥേയ സസ്യങ്ങളെ അവർ ആശ്രയിക്കുന്നുള്ളൂ. എന്താണ്? ബാക്കി അവ സ്വന്തമായി തന്നെ പോഷകങ്ങളും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായാണ് അവിടെ ആഹാരം പാചകം ചെയ്യുന്നത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുന്നത് എന്താണ്? എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം, അവയ്ക്ക് നിൽക്കാൻ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നത്. അപ്പം നമ്മുടെ മരവാഴ എന്തിന് ഉദാഹരണമാണ്? എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. മരവാഴ മാത്രമല്ല, ഓർക്കിഡുകൾ എപ്പിഫൈറ്റിനുകളും ഉദാഹരണമാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ വേറൊന്നും അവിടെ നിന്ന് കണ്ടു. എന്താണ്? ഇത്തിൽക്കണ്ണി കണ്ടു. ഇത്തിൽക്കണ്ണി അവിടെ എന്താണ്? ഇത്തിൽക്കണ്ണി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നു. അപ്പോൾ മാവ് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും എന്താണ്? ഇത്തിൽക്കണ്ണി വലിച്ചെടുക്കുന്നു. എന്നിട്ട് അവ എന്താണ്? സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തിൽക്കണ്ണിയെ പറയുന്ന പേരെന്താണ്? അർത്ഥപരാഗങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കാണ്. അപ്പോൾ ഇത്തിൽക്കണ്ണിയെ പറയുന്നത് എന്താണ്? അർത്ഥപരാഗങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം പഠിച്ചു, എപ്പിഫൈറ്റും പഠിച്ചു, അർത്ഥപരാഗവും പഠിച്ചു. എപ്പിഫൈറ്റ് എന്താണ് ചെയ്യുന്നത്? അവയ്ക്ക് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമേ അവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ. എന്നാൽ അർത്ഥപരാഗങ്ങളായ ഇത്തിൽക്കണ്ണി എന്താണ് ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് അവ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഒരു സസ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരുന്നു, മൂടില്ലത്താളി. മൂടില്ലത്താളി എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലത്താളി പോലുള്ള സസ്യങ്ങൾ പൂർണ്ണപരാഗങ്ങളാണ്. അതായത് ഇവ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവില്ല അവയ്ക്ക്. ഇവ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാവിൽ നിന്ന് എന്താണ്? അവ ഉണ്ടാക്കുന്ന ആഹാരം വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് എന്താണ്? വാസസ്ഥലവും വേണം, അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുമില്ല. അപ്പോൾ നമ്മൾ 3 സസ്യങ്ങളെ പറ്റിയാണ് പഠിച്ചത്. ഒന്നെന്താണ്? എപ്പിഫൈറ്റുകൾ ഉദാഹരണം എന്താണ്? മരവാഴ, ഓർക്കിഡുകൾ. എപ്പിഫൈറ്റ് എന്താണ് ചെയ്യുന്നത്? അവ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നത്, സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അടുത്ത് നമ്മൾ പറയുന്നതാണ് അർത്ഥപരാഗം എന്താണ് ചെയ്യുന്നത്? അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം, പോഷകഘടകങ്ങളെല്ലാം വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? പൂർണ്ണപരാഗങ്ങൾ. അവയ്ക്ക് ഒന്നിനും കഴിവില്ല, അതായത് അവയ്ക്ക് വാസസ്ഥലവും വേണം, അവയ്ക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കാനും കഴിവില്ല. ഏത് സസ്യത്തിലാണോ പറ്റിപ്പിടിച്ച് വളരുന്നത് അവ നിർമ്മിക്കുന്ന ആഹാരത്തെയാണ് അവ ആഹാരമാക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പോയിന്റ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് നേരത്തെ പഠിച്ച് ഒന്നുകൂടെ നോക്കാം. നമ്മൾ നേരത്തെ പ്രകാശ സംശ്ലേഷണത്തിനാണ് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് നമ്മൾ പറഞ്ഞു. പ്രകാശ സംശ്ലേഷണം എപ്പോഴാണ് നടക്കുന്നത്? പകൽ സമയത്താണ് നടക്കുന്നത്. ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജനാണ്, മാറിപ്പോകരുത്. അപ്പോൾ സ്വീകരിക്കുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഇവയെ സഹായിക്കുന്ന ഒരു വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ഹരിതകം വേറൊരു ധർമ്മം കൂടെ ഉണ്ട്. ഇലകൾക്ക് എന്താണ്? പച്ച നിറം നൽകുന്നതും ഹരിതകം തന്നെയാണ്. പിന്നെ ബാക്കി നമ്മളൊരു 3 വർണ്ണകം കൂടെ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ്? ആന്തോസയാനിൻ ഏത് നിറമാണ് നൽകുന്നത്? ചുവപ്പ് നിറമാണ് നൽകുന്നത്. കരോട്ടിനാണോ? ഓറഞ്ചാണ്. സാന്തോഫില്ലാണെങ്കിലോ മഞ്ഞ. ഓക്കെ, നമ്മൾ അതെല്ലാം പഠിച്ചു, അതെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? സസ്യങ്ങൾ ശ്വസനം നടക്കുന്ന ഏത് വഴിയാണ്? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു ചെറു സുഷിരങ്ങളാണ്. ഇവ എവിടെയാണ്? ഇവ ഇലകളിലെ അടിയിൽ കാണുന്ന ചെറു സുഷിരങ്ങളാണ്. ഇതുവഴിയാണ് സസ്യങ്ങൾ ശ്വസനം സാധ്യമാകുന്നത്. നമ്മുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജൻ എല്ലാം എന്താണ്? അതുവഴി തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ പാഠമാണ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ കണ്ടന്റ് എത്തി കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതിൽ നിന്നല്ലേ നമുക്കൊരു കുറച്ച് ചോദ്യങ്ങളും കൂടെ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ ബന്ധം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം എന്താണ്? ഉത്തരം ആഹാര ശൃംഖലാജാലമാണ്. ഉത്തരം ഏതാണ്? ആഹാര ശൃംഖലാജാലം. നമ്മൾ ആ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ആഹാരബന്ധം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം എന്താണ്? നമ്മളൊരു പടം പറഞ്ഞു താഴെ, അതായത് ഒറ്റ ശ്രേണിയിലുള്ള, അതെന്താണ്? ഒരു പുല്ലിനെ തന്നെ എന്താണ്? പുഴു, പിന്നെ കോഴി, പിന്നെ എന്താണ്? ഒരു കുറുക്കൻ്റെ. അപ്പോൾ ഇതെന്താണ്? ഒരു ഒറ്റ ശ്രേണിയാണ്. അവിടെ സങ്കീർണമായി മറ്റ് ജീവികളൊന്നും ഇല്ല, ഒറ്റ നിരയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? ആഹാര ശൃംഖലാജാലം. ഓപ്ഷൻ എ, ആഹാര ശൃംഖലാജാലം. ഇതൊക്കെ സിമ്പിൾ ചോദ്യം തന്നെയാണ്, നമുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞതാണ്, ഇത് പഠിച്ചു വെച്ചോളാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് പഠിക്കാനുണ്ട്. ഓക്കെ, ഇലകളിലെ പച്ചനിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ്? ഓപ്ഷൻ എ സാന്തോഫിൽ, ബി കരോട്ടിൻ, സി ഹരിതകം, ഡി ആന്തോസയാനിൻ. അപ്പോൾ ഏതാണ് ഉത്തരം? ഏതാണ്?
ഹരിതകമാണ് ഉത്തരം. നമ്മൾ നേരത്തെ പറഞ്ഞു സാന്തോഫിൽ എന്താണ്, മഞ്ഞ നിറമാണ്. കരോട്ടിൻ ഓറഞ്ചാണ്. ആന്തോസയാനിൻ ചുമപ്പാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പറയുന്ന പേരെന്താണ്? ഓക്കെ, ശ്വസനം, വിസർജനം, പ്രകാശ സംശ്ലേഷണം, ആഹാര ശൃംഖല. അപ്പോൾ ഉത്തരം ഏതാണ്? പ്രകാശ സംശ്ലേഷണം, അറിയാമെന്നുള്ളതിനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ഈ പഠിച്ച പാഠത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അതായത് എപ്പിഫൈറ്റുകളെക്കുറിച്ചും പൂർണ്ണപരാതങ്ങളെക്കുറിച്ചും അർദ്ധപരാതങ്ങളെക്കുറിച്ചും. ഇത് നിങ്ങൾ മറന്നുപോലെ, ഇത് ഒരു പ്രീവിയസും കൂടെയാണ്. അപ്പോൾ ചെറിയ വേരുകൾ ഉപയോഗിച്ച് മറ്റു മരങ്ങളെ ആശ്രയിച്ച് വളരുകയും വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന സസ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ പരാഗസസ്യങ്ങൾ, ബി അർദ്ധപരാതങ്ങൾ, സി എപ്പിഫൈറ്റുകൾ, പൂർണ്ണപരാതങ്ങൾ. അപ്പോൾ ഏതാണ്? എപ്പിഫൈറ്റുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എപ്പിഫൈറ്റുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. മരവാഴ, ഓർക്കിഡ് ഇനത്തിൽപ്പെടുന്നതെല്ലാം എന്താണ്? എപ്പിഫൈറ്റുകളാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ സയൻസിലെ 1ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിച്ചത്. ഒരു ചെറിയ പാഠമാണ്. 5ാം ക്ലാസ്സിൽ പൊതുവെ എല്ലാം ചെറിയ പാഠങ്ങളാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാഠങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ SCRT ആയിട്ട് ബന്ധപ്പെട്ട പോളുകൾ നമ്മളെ ടെലിഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.